കാസർഗോഡ് ഹൊസങ്കടി വാമഞ്ചൂരിൽ കാർ അപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ നാട്. അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം തെറ്റി ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. തൽക്ഷണം തന്നെ കാറിലുണ്ടായിരുന്ന 3 പേർ മരണപ്പെടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിന് സമീപം പാലത്തിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് അച്ഛനും മകനും ബന്ധുവും ഉൾപ്പെടെ 3 പേർ ദാരുണമായി മരണപ്പെട്ട സംഭവം നാടിന്റെ വേദനയായി മാറി. പൈവളികെ ബായിക്കട്ട മഞ്ചൽത്താടി ഹൗസിലെ ജനാർദ്ദന, മകൻ അരുൺ, ഹൊസങ്കടി മജിബയലിലെ കൃഷ്ണ എന്ന കിഷൻകുമാർ എന്നിവർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മംഗളൂരു ഉപ്പിനങ്ങാടി സ്വദേശി രത്തനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി 10:30ഓടെയായിരുന്നു വാമഞ്ചൂരിൽ നാടിനെ നടുക്കിയ അപകടം സംഭവിച്ചത്. ഉപ്പള ഭാഗത്തു നിന്നും മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന KL 14 V 1742 നമ്പർ സ്വിഫ്റ്റ് ഡിസയർ കാർ നിയന്ത്രണം വിട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള പാലത്തിൻ്റെ കൈവരിയിലേക്കും ഡിവൈഡറിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. 50 മീറ്ററോളം ദൂരം കൈവരി ഇടിച്ച് തകർത്ത് കാർ മുന്നോട്ടു പോയി. ഇതേ തുടർന്ന് റോഡിൽ കാറിൻ്റെ ഭാഗങ്ങൾ ചിതറിക്കിടന്ന നിലയിലായിരുന്നു. അപകടത്തിൽ മരിച്ച 3 പേരും കാറിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ നിലയിലായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. 3 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. കിഷൻകുമാറാണ് വാഹനം ഓടിച്ചിരുന്നത്. കാർ അമിത വേഗതയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന. രാത്രി 10 മണിയോടെയാണ് മഞ്ചേശ്വരം ഹൊസങ്കടി ചെക്ക് പോസ്റ്റ് പരിസരത്തുള്ള ബ്രിഡ്ജിന് തൊട്ടടുത്താണ് ഈ ഒരു അപകടമുണ്ടായത്. സ്പീഡിൽ വന്ന ഒരു കാർ ഡിവൈഡർക്ക് അടിച്ചുകൊണ്ട് ബ്രിഡ്ജിൽ മറിയുകയും അവിടുന്ന് ഈ അപകടം സംഭവിക്കുമ്പോൾ കാറിലുണ്ടായിരുന്ന 4 പേരാണ്. ഒരു അച്ഛനും മകനും മറ്റൊരാളും 3 പേര് സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഒരാൾ സീരിയസ് ആണ്. അവർ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തേക്ക് എത്തി. സന്നദ്ധ പ്രവർത്തകരും ജനങ്ങളും സ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പലയിടത്തും താൽക്കാലിക ഡിവൈഡറുകളും ബാരിക്കേഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുകയും നിരവധി അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതായി ആക്ഷേപമുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ രത്തൻ്റെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മംഗൽപാടി ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അപകടത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. വനജയാണ് മരിച്ച ജനാർദ്ദനന്റെ ഭാര്യ. കിരൺ, നിരീക്ഷ എന്നിവർ മറ്റു മക്കളാണ്. പരേതനായ ഭൂപതി കൃഷ്ണകുമാരി ദമ്പതികളുടെ ഏക മകനാണ് മരണപ്പെട്ട കിഷൻകുമാർ. ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം. ഗോൾഡ് കിങ്, ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. ഗോൾഡ് കിങ്, മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ബ്രാഞ്ചസ് ഹൊസങ്കടി, കുമ്പള, കർണാടക, മുടിപ്പു.